നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. അവിടെ മുഴുവൻ സീറ്റും നേടുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. കളമശ്ശേരി, കൊച്ചി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുമെന്നും UDF പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനാകുമെന്ന് LDFന്റെ കണക്കുകൂട്ടൽ ഇത്തവണയുമുണ്ട്. കൊച്ചിയിൽ സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൊച്ചിയിലും വലിയ പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയമൊക്കെ അതിന്റെ ഒരു അടിത്തറയിൽ കൂടിയാണ് UDF മികച്ച വിജയം പ്രതീക്ഷിക്കുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം FCRയുമായി ബന്ധപ്പെട്ടൊക്കെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകളിൽ കൂടി ഇരു മുന്നണികളും കണ്ണുവെക്കുന്നുണ്ട്. എന്താണ് മുന്നണികളുടെ പ്രതീക്ഷ? ഒപ്പം സിബിയുടെ പ്രവചനം. ജിൽസി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും എല്ലാ മുന്നണികളിലും വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 14 സീറ്റും എറണാകുളം ജില്ലയിൽ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ച് ഈ UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരുന്ന ഒരു ട്രെൻഡ്, ഒരു UDFന് അനുകൂലമായ തരംഗമുണ്ടായാൽ 14 സീറ്റും വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് മുൻപ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ച് LDFന് എറണാകുളം ജില്ലയിൽ ഒരു 3 മുതൽ 5 സീറ്റ് വരെ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഈ കേരളത്തിലാകമാനം LDFന് ഗുണം ചെയ്യുന്ന, LDFന് അനുകൂലമായ ട്രെൻഡ് എന്ന് തന്നെ എറണാകുളം ജില്ലയിൽ പറയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലാകമാനമുള്ളൊരു ട്രെൻഡാണ് എറണാകുളം ജില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ 5 സീറ്റുകൾ, കഴിഞ്ഞ തവണ 2021 5 സീറ്റുകളാണ് LDFനുള്ളത്, 9 സീറ്റുകൾ UDF. അങ്ങനെയാണ് 14 സീറ്റുകളുടെ ഒരു എണ്ണത്തിലെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഈ തവണത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് 14 സീറ്റും ലഭിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഈ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞത് ഒന്നുകിൽ കളമശ്ശേരിയും കൊച്ചിയും ഒഴികെയുള്ള ബാക്കി 13 സീറ്റുകളും അല്ലെങ്കിൽ ബാക്കി 12 സീറ്റുകളും തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ DCC അധ്യക്ഷൻ വ്യക്തമാക്കിയത് 14 സീറ്റും ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും എല്ലാ തരംഗവും ഉണ്ട് എന്നുള്ളതാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ CPMന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ 5 സീറ്റുകൾ നിലനിർത്തും, മാത്രമല്ല അതിന് പിന്നാലെ നില അല്പം കൂടി മെച്ചപ്പെടുത്തും, 1-2 സീറ്റുകൾ അധികം ലഭിക്കാമെന്നുള്ള വിലയിരുത്തലാണ് CPMനും ഉള്ളത്. എന്തായാലും വലിയ പോരാട്ടം എറണാകുളം ജില്ലയിൽ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ പോലും CPI വലിയ ഒരു പോരാട്ടം നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്. ഒരു സീറ്റ് പോലും ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല UDFനെ സംബന്ധിച്ചെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലം കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ മന്ത്രി P രാജീവിൻ്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണയാണ് P രാജീവ് അവിടെ ഒരു വലിയ അട്ടിമറി ജയം നേടിയത്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായ അബ്ദുളിനെയാണ് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ എന്തായാലും അബ്ദുൾ ഗഫൂറിനെ പരാജയപ്പെടുത്തി വീണ്ടും രണ്ടാം തവണ വീണ്ടും ജയിക്കാമെന്ന ഒരു പ്രതീക്ഷയിൽ മന്ത്രി P രാജീവ് മുന്നിട്ട് പോകുമ്പോൾ അവിടെ UDF ഈ തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കുന്നത്തുനാടാണ്. കുന്നത്തുനാടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, കുന്നത്തുനാട്ടിലെ LDFന്റെ സ്ഥാനാർത്ഥിയായ PV ശ്രീനിജൻ, അദ്ദേഹം നിലവിൽ MLA കൂടിയാണ്, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് 554 വോട്ടിൽ താൻ ജയിക്കുമെന്നുള്ളതാണ്. അതായത് 5 എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തെ തൻ്റെ ഒരു ഭരണം MLA എന്ന രീതിയിലുള്ള തന്നെ ജനങ്ങൾ അളക്കും. ഈ അടുത്ത 554 അടുത്ത 5 എന്ന് പറയുന്നത് തൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്, 5-ാം തീയതി. 4 എന്ന് പറയുന്നത് മെയ് 4 വോട്ടെണ്ണൽ. അങ്ങനെ 554 വോട്ടിൽ ആ ഒരു മാന്ത്രിക സംഖ്യയിൽ താൻ ജയിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത്. എന്തായാലും ഈ കുന്നത്തുനാടും നിലവിൽ UDFന്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം LDFനുണ്ടായി. പക്ഷേ ഇത്തവണ അത് തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020യുടെ ഒരു സാന്നിധ്യമാണ്. 2020 NDAയിൽ പ്രവേശിച്ച ശേഷം ന്യൂനപക്ഷ വോട്ടുകൾ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ പിന്തുണച്ചു, UDFന് അനുകൂലമായോ LDFന് അനുകൂലമായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നാളെ അറിയാൻ കഴിയും. അത് 2020 അപ്പോൾ നാളെ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രതീക്ഷകൾ കൈവിടുന്നില്ല മുന്നണികൾ. വലിയ പ്രതീക്ഷയാണ്. അതിപ്പോൾ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ആ സംഖ്യ ഒരു മാന്ത്രിക സംഖ്യയാണെന്ന് പറഞ്ഞുകൊണ്ടുവരെ അവകാശവാദങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് യഥാർത്ഥ ജനവിധി എന്താണ് എന്നറിയാൻ.